എന്നാലും എൻ്റെ ആയിഷ അജി എന്ത് കാര്യം ചെയ്തത്? ഇജി ഒന്നുമില്ല, ഒരു താത്തക്കുട്ടിയല്ലേ? ഇജി ഇങ്ങനെ കണ്ട ഏതെങ്കിലുമൊക്കെ മതത്തിൽപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിച്ചായിട്ട് സംഖ്യയായി പോവുക. എന്നാൽ ഇജി വല്ലാത്തൊരു സംഖ്യ കേട്ടോ. ഇജി ഇങ്ങനെ ഈ പറഞ്ഞ മൊത്തം സമുദായത്തിനെ അത് പറ്റിച്ച് പോയ എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ വരെ ഈ സംഖ്യകളെ കുറ്റം പറഞ്ഞിട്ട് ഇന്നൊരു ദിവസം ഈ ഒരു സംഖ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്നാലും ഇജി വല്ലാത്ത പറ്റിക്കല കാക്കാരെ പറ്റിച്ച്. നമ്മളൊക്കെ എത്ര പ്രതീക്ഷ എൻ്റെ മേലുണ്ടായി അല്ലേ? വല്ലാത്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് നോക്കുക, വിവാഹത്തിലൂടെ തെറ്റ് തിരുത്തിയ ആയിഷ സുൽത്താൻ ഇനി മോദിയോട് മാപ്പ് പറയണത് ഒരു സംഖ്യ കുട്ടണ്ടതാ. ഞാൻ അത് പോട്ടെ, നമ്മുടെ ക്രിമിന്യൂസിൽ വന്ന് അത് അതിനേക്കാൾ വലുതാ. എന്നാലും ആയിഷത്താത്ത അങ്ങനെ ചതിക്കുമെന്ന് കോയമാര് കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇരുന്നങ്ങ് മുക്കി തൂറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സംഖ്യക്കുട്ടന്മാർ വന്നിട്ട് അവിടെയും ഇവിടെ ഇരുന്നിട്ട് ഇജ് പോയ പോക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വിഷമമുണ്ട് എനിക്കെന്നറിയോ? അല്ല, എനിക്കല്ല, ഞമ്മക്ക് നമുക്കറിയോ. നമ്മുടെ സമുദായത്തിനെ മൊത്തം പറയിപ്പിച്ചില്ല ഈ എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും ആയിഷ സുൽത്താന നമ്മുടെ എന്താണ് പുള്ളിയുടെ പേരെന്തായിരുന്നു, എന്ത് സൈനിയായിരുന്നു? ഏതാണെങ്കിലും ആ ഒരു അന്യമതത്തിൽ, അതല്ല ഇവിടുത്തെ പ്രശ്നമല്ലേ, അന്യമതത്തിൽ പെട്ട നമ്മുടെ പുള്ളിനെ കല്യാണം കഴിച്ച് നമ്മുടെ ഡെപ്യൂട്ടി കലക്ടറാണ് ലക്ഷദ്വീപിലെ ഹർഷിത് സൈനി. നമ്മുടെ സൈനിച്ചേട്ടനും കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. ഈ പോയതോടുകൂടി നമ്മുടെ നാട്ടിലെ സകലമാന കോയമാർക്കും കൊണ്ട് എന്നാണ് നമ്മുടെ നാട്ടിലെ സകലമാന സംഘിക്കുട്ടന്മാരും പറയുന്നത്. ഇത്താത്തമ്മ അതിരി പോക്ക് പോയി, ഇത്താത്ത സംഘിയായി, ഇത്താത്ത എന്താ പറയുക മോദിജിയുടെ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഇത്താത്ത മോദിജിയുടെ സ്വന്തം പുത്രിയായിട്ട് ഇതൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് എമാതിരി മെസ്സേജുകൾ, എത്ര കമൻറ്റുകളും എത്ര ന്യൂസുകളാണ് നമ്മുടെ ക്രിമിയും ഇവരെയൊക്കെ പടച്ചു വിടുന്നത് നിങ്ങൾ കണ്ടോ? എന്താണല്ലേ ആയിഷ സുൽത്താൻ ആരാന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? സെയ് ലക്ഷദ്വീപ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻറ്റോട് കൂടിയാണ് നമ്മുടെ ആയിഷ സുൽത്താൻ ആരാണ് എന്നുള്ളൊരു കുറേ പേര് അറിഞ്ഞു തുടങ്ങിയത്. അതിന് മുമ്പ് മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, ലക്ഷദ്വീപുകാരിയാണ്, മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, ഫിലിം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസറും കോ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് പല രീതിയിലും പേരെടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ആയിഷ സുൽത്താന. ഈ ആയിഷ സുൽത്താനൻ്റെ ഈ എന്താ പറയുക പ്രൊഫൈൽ ഞാൻ കാണുന്ന കാലം മുതൽ ഞാൻ കാണുന്നത് അവരുടെ ആയിഷ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതിൽ ഞാൻ കാണുന്ന പ്രൊഫൈൽ പിക്ചർ തന്നെ അവരിതാ ഈ പറഞ്ഞ പോലെ കാക്കാമാർക്ക് നെഞ്ചി കൊള്ളുന്ന പോലെ കാക്കാമാർ പറഞ്ഞ പോലെ ഒന്നും അല്ലാണ്ട് തലയിൽ തട്ടൊന്നും ഇടാണ്ട് മുടിയൊക്കെ കാണിച്ച് ശിവന്റെ മുമ്പിൽ നിൽക്കുന്നൊരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോ മാത്രമല്ല, പണ്ട് മോഡലിംഗ് ചെയ്ത സമയത്തും ഇപ്പോഴും എപ്പോഴും അല്ലെങ്കിൽ ബുർക്ക ധരിച്ച് അല്ലെങ്കിൽ പർദ്ദ ഇട്ടിട്ടൊന്നുമല്ല ഈ പറഞ്ഞ ആയിഷ സുൽത്താന ഒരു വേദിയിൽ വന്നതും ഒരു സ്ഥലത്ത് സംസാരിച്ചതും. പക്ഷേ സംഖ്യകളെ അന്നും ഇന്നും എവിടെന്ന് വെച്ച് കണ്ടാലും വെടിവെക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു ആയിഷ സുൽത്താന അന്നും ഇന്നും എന്നും സംസാരിച്ചത്. അപ്പം ആയിഷ സുൽത്താന കല്യാണം കഴിച്ചത് അവരുടെ പേഴ്സണൽ ഇഷ്ടം, അത് അവർക്ക് അവരുടെ മനസ്സിനിണങ്ങിയ അവർക്കെല്ലാം കൊണ്ടും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും അവർ കല്യാണം കഴിച്ചത്. ആ കഴിച്ചത് ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ എന്തോ അത് അവരുടെ താല്പര്യം. പക്ഷേ അവർ പറയുന്ന ആശയങ്ങളായിരുന്നു ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എടുത്തിരുന്നത്. നമ്മുടെ മോദി സർക്കാരും അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ എല്ലാവരും കൂടെ ലക്ഷദ്വീപിനെ അങ്ങോട്ട് കൂട്ടിക്കുളയ്ക്കാൻ പോയിരുന്നു. അവിടെ എന്താ പറയുക, അവിടെ കള്ളുഷാപ്പ് തുടങ്ങണം, അവിടെ അത് തുടങ്ങണം, അവിടെ ഇത് തുടങ്ങണം, അവിടെ ഡെവലപ്മെൻറ്റ് വേണം, മറ്റതാണ് മറിച്ചതാണ്, അവിടുത്തെ ഭാഷ വരെ അവിടെ അവർ സംസാരിക്കുന്ന ഭാഷ വരെ അവിടെ നിന്ന് മാറ്റി അതിന് പകരം ഹിന്ദി കയറ്റണം എന്ന് പറഞ്ഞ് നമ്മുടെ മോദി സർക്കാരിന് എതിരായിരുന്നു ഈ പറഞ്ഞ ആയിഷ സുൽത്താന അന്നും ഇന്നും എന്നും സംസാരിച്ചത്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പൃഥ്വിരാജ് അടക്കം പല ആളുകളും ആയിഷ സുൽത്താനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നതും. ലക്ഷദ്വീപിൻ്റെ പല ഭാഗങ്ങളും നമ്മുടെ മോദി ഭക്തർക്ക് അല്ലെങ്കിൽ മോദിജിയുടെ കാല് പിടിച്ച് നടക്കുന്ന മുതലാളിമാർക്ക് വിറ്റ് തുലയ്ക്കും എന്നുള്ളൊരു അവസ്ഥ വന്ന് ലക്ഷദ്വീപിനെ മറ്റൊരു രീതിയിലോട്ട് ഈ പറഞ്ഞ പോലെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പേടിയുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അവരുടെ കൾച്ചറും അവരുടെ ഇത്രയും കാലം അവർ കാത്തു സൂക്ഷിച്ച പല സാംസ്കാരിക കാര്യങ്ങളും എല്ലാം കയ്യിൽ നിന്ന് പോകും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഇവരൊക്കെ ഇതിനെതിരെ സംസാരിച്ചത്. അന്ന് മുതലാണ് ഈ ആയിഷ സുൽത്താനെ ആളുകൾ നോട്ട് ചെയ്ത് തുടങ്ങിയതും അന്ന് മുതലാണ് ആയിഷ സുൽത്താനെ പറയുന്ന ഓരോ കാര്യങ്ങളും സംഖ്യയുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ വന്നിരുന്നതും. ഇപ്പം ഹർഷിത് സൈനി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ലക്ഷദ്വീപിലെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് വന്ന ഒരാളുമായിട്ട് അവർ കാണുന്നു, അവർ സംസാരിക്കുന്നു, അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു, അവർ തമ്മിൽ പ്രേമിച്ചു, അവർ കല്യാണം കഴിച്ചു. അതോടുകൂടി മോദിജിയുടെ അടവാണത് അല്ലെങ്കിൽ മോദിജി സംഖ്യനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ഇതിനെതിരെ സംസാരിച്ച ആളുടെ മനസ്സ് മാറ്റി അവിടെ മോദിജി കൊണ്ടുവരാൻ പോകുന്ന ഭയങ്കരമായിട്ടുള്ള എന്തോ സംഭവങ്ങൾ ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവർ മോദിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇവർ കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സംഖ്യക്കുട്ടന്മാർ വളവളവളാന്നും പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ. എനിക്ക് കണ്ടപ്പം ചിരിയാണോ എന്ത് വിമാരുടെ ഈ ചാണകബുദ്ധി എല്ലാത്തിലും അങ്ങ് കയറി നിരങ്ങാണല്ലോ തോന്നിപ്പോയി. ഇനി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും
നമ്മുടെ താത്ത പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് സംഖ്യയായോ? ഇനി ലക്ഷദ്വീപ് നാളെ മുതൽ കംപ്ലീറ്റ്ലി നമ്മുടെ സംഘി ഭക്തന്മാർക്ക് വിറ്റ് പോകുമെന്നൊക്കെ പേടിച്ച് ഞാൻ താത്തൻ്റെ കുറച്ച് ഇതിങ്ങനെ കണ്ടു നോക്കി. പുതിയ പോസ്റ്റുകളൊക്കെ കണ്ടു നമുക്ക് ഐഡിയ കിട്ടുമല്ലോ സത്യത്തിൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ള താത്തൻ്റെ പോസ്റ്റാണ് ഒരു വാഴ വെച്ച പോസ്റ്റ്. ഈ വാഴ വെച്ച പോസ്റ്റ് ഇപ്പം എന്തിനാ ഈ സമയത്ത് ഇവിടെ ഇട്ടത് എന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. താത്ത വാഴ വെച്ചത് ആരെ ഉദ്ദേശിച്ചിട്ടാണെന്നറിയോ? സംഖ്യകളെ ഉദ്ദേശിച്ചിട്ടാണ് താത്ത വാഴ വെച്ചത്. എന്നിട്ട് ആ വാഴൻ്റെ താഴത്തൊരു പോസ്റ്റ് താത്ത കൊടുത്തിട്ടുണ്ട്, സംഖ്യ ചാനലുകൾക്ക് മറുപടി കൊടുക്കുന്നതിലും നല്ലത് വാഴ വെക്കുന്നതാണെന്ന്. അപ്പം തന്നെ ഏകദേശം മനസ്സിലായി താത്ത ഏതായാലും സംഖ്യ ആയിട്ടൊന്നുമില്ല, എപ്പോഴും സംഖ്യക്കിൻ്റെ അണ്ണാക്കിലിട്ട് തന്നെ വെട്ടി പൊട്ടിക്കുന്നത്. ഈ ഒരൊറ്റ പോസ്റ്റ് തന്നെ മനസ്സിലായി. ഇന്നലെ ഇട്ട പോസ്റ്റ്, ഒരുപാട് പഴയ പോസ്റ്റ് ഒന്നുമില്ല. ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ താത്ത ബാക്ക് ടു ബാക്ക് ആയിട്ട് സംഖ്യകൾ എപ്പോഴും വെടി വെച്ചുകൊണ്ടിരിക്കുക. സംഖ്യകൾക്ക് ഇതാണ് എപ്പോഴും സഹിക്കാൻ പറ്റാത്തത്. സംഖ്യകൾ വിചാരിച്ച് ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീർന്നു. താത്ത ഞങ്ങളുടെ കൂടെ സംഖ്യയായി, ഇനി ഞങ്ങൾ അങ്ങോട്ട് പൊളിക്കും ലക്ഷദ്വീപ് എന്ന് വിചാരിച്ചു. താത്തൻ്റെ 3-ാം തീയതിയുള്ള പോസ്റ്റ്, ഒരു 10 കൊല്ലം കൂടി സംഖ്യകൾ ഭരിക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാവരും ഇതേപോലെയൊക്കെ തന്നെ തിന്നേണ്ടി വരുന്നത്. അതിന് താഴത്തിട്ട ഫോട്ടോ ആണെങ്കിലോ, ഞാൻ ശവമാംസം കഴിച്ചിട്ടുണ്ട്, അവളുടെ ആ മുഖം എന്നിൽ ദേഷ്യം നിറയ്ക്കുന്നു എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ജൂലൈ 4 അടുത്ത പോസ്റ്റ്, ലക്ഷദ്വീപിൽ നിന്നും ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി മോദിജിക്ക് അറിയാവുന്ന ഭാഷയിൽ, അതായത് ഹിന്ദിയിൽ ജംഘർ പറയുന്നതാണ് നിങ്ങൾ കാണുന്ന വീഡിയോ. അതായത് ലക്ഷദ്വീപിൽ അവിടുത്തെ സ്കൂളുകൾക്ക് വേണ്ട ഒരു കാര്യം കിട്ടുന്നില്ല, സർക്കാരിൻ്റെ യാതൊരു വിധ സപ്പോർട്ടും, അതായത് കേന്ദ്ര അഡ്മിനിസ്ട്രേഷൻ്റെ സൈഡിൽ നിന്ന് മര്യാദയ്ക്ക് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. മാസങ്ങളായിട്ട് അവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, കുട്ടികളുടെ പഠനം മുടങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിയെങ്കിലും ഈ പറഞ്ഞ മോദിക്ക് മനസ്സിലാവുമെങ്കിൽ ഞങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കാമെന്നും പറഞ്ഞാൽ അവിടെ നടന്നൊരു പരിപാടിൻ്റെ വീഡിയോ ആണ് താത്ത 4-ാം തീയതി ഇട്ടത്. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം മുമ്പ് താത്തൻ്റെ അടുത്ത പോസ്റ്റ്, ശരിക്കും കർമ്മ ന്യൂസ് എന്നല്ല വിളിക്കേണ്ടത്, ക്രിമികടി ന്യൂസ് എന്നാണ് വിളിക്കേണ്ടത്. ക്രിമി ചേച്ചിയുടെ ക്രിമികടി ഇനിയും മാറിയില്ലെങ്കിൽ ഇങ്ങ് ലക്ഷദ്വീപിലേക്ക് വാ, നമ്മൾ നല്ലൊരു മരുന്നുണ്ടാക്കി തരാം. കുറച്ച് കടൽ വെള്ളത്തിൽ ഹാർപ്പിക്ക് കലക്കി, ഇവിടെ ഹാർപ്പിക്ക് നമ്മുടെ ഹാർപ്പിക് ഹുസൈനിട്ടൊരു കുത്തിട്ടോ, നല്ല കൊള്ളാം, തരാം, അതാകുമ്പോൾ ചേച്ചിയുടെ ദഹനത്തിന് നല്ലതാണെന്നും പറഞ്ഞിട്ട് താത്തയുടെ ഒരു പോസ്റ്റ്. അത് കഴിഞ്ഞ് താത്ത അതേ ചേച്ചിയുടെ തന്നെ പോസ്റ്റ് ഫോട്ടോ ഇതുപോലെ വെച്ചിട്ട് മറ്റൊരു പോസ്റ്റ്. അങ്ങനെ ഇതൊക്കെ പിന്നെ കഴിഞ്ഞിട്ട് 4 ദിവസം മുമ്പ് അടുത്ത ഒരു പോസ്റ്റ്. ഈ വാർത്താ ചാനലിൻ്റെ പേര് കർമ്മ, എന്നാൽ ഇതിൻ്റെ റിപ്പോർട്ടർ ചേച്ചിക്ക് ക്രിമികടിയാണ്. ഞാനൊരു സംഖ്യയെ അല്ല വിവാഹം കഴിക്കുന്നത് എന്ന സത്യം ആദ്യം ക്രിമികടിയുള്ള റിപ്പോർട്ടർ ചേച്ചി മനസ്സിലാക്കുക. അപ്പം എന്തായാലും താത്ത കല്യാണം കഴിച്ച് സംഖ്യയല്ല എന്ന് മനസ്സിലായി. ക്രിമി ചേച്ചിക്ക് കിട്ടിയ ഷാഗ യൂണിവേഴ്സിറ്റിയിലെ വിവരങ്ങൾ കൊണ്ട് സംഖ്യകളെയൊക്കെ പണ്ടേ എന്നെ പാകിസ്ഥാൻകാരിയാക്കിയതാണ്. അവിടെ കെട്ടി എനിക്ക് 2 മക്കളും ഉണ്ടെന്ന് പറഞ്ഞ ടീമാണ് ഇപ്പം ഒരു സംഖ്യയാക്കാൻ ശ്രമിക്കുന്നത്. നീയൊക്കെ തലകുത്തി മറിഞ്ഞാലും എൻ്റെ നിലപാടിനെ മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്രിമികടി കൂടുവാണ് ചേച്ചി, കുറച്ച് ഹാർപ്പിക് ചാണകത്തോട് ചേർത്ത് കലക്കി കുടിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടാണ് താത്തയുടെ അടുത്ത പോസ്റ്റ്. ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, താത്ത സംഖ്യയായിട്ടില്ല, താത്ത കിട്ടിയത് സംഖ്യയുമല്ല. താത്തയുടെ ആശയങ്ങളൊക്കെ ഇന്നും അതുപോലെ തന്നെ. താത്ത അന്നും ഇന്നും തലയിൽ തട്ടിട്ടിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പറതൻ്റെ അടിയിൽ മൂടി നടന്നിട്ടുള്ള ഒരാളല്ല. താത്ത കുറച്ച് പുരോഗമനമൊക്കെ ഉള്ള ആൾ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയൊന്നും സംസാരിക്കാനും പറ്റുന്നത്. ഇപ്പം പറഞ്ഞ ഹിന്ദുത്വത്തോടല്ല താത്തയുടെ വിഷമം. താത്ത എതിർത്തത് എന്നും ഈ പറഞ്ഞ സംഘിസത്തിനോടായിരുന്നു. നമ്മുടെ നാട്ടിൽ മോദിജിയും അല്ലെങ്കിൽ ബാക്കി നമ്മുടെ നാട്ടിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവന്മാരെല്ലാവരും കൂടെ കാണിച്ചിട്ടുള്ള ആശയങ്ങൾക്കെതിരെയായിരുന്നു അന്നും ആയിഷ സുൽത്താന സംസാരിച്ചത്. ആയിഷ സുൽത്താനയുടെ 2 ദിവസം മുമ്പത്തെ പോസ്റ്റാണ്. അതായത് രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ ജീവിതം വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ജൈവ കൃഷിക്കുമായി മാറ്റിവെക്കുന്ന അമിത്ഷാ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയുടെ മേലെ ആയിഷയുടെ പോസ്റ്റാണ്, എങ്കിൽ പിന്നെ രാഷ്ട്രീയം ഉപേക്ഷിക്കാമോ, രാജ്യം രക്ഷപ്പെട്ടേനെന്ന്. അപ്പം മോദിജി പറയുന്നതും അല്ലെങ്കിൽ അമിത് പറയുന്നതും ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളെയും എതിർക്കുന്നത് അത് വ്യക്തിപരമായിട്ടുള്ള എതിർപ്പല്ല, അത് അവരുടെ തത്വങ്ങളും അല്ലെങ്കിൽ അവർ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പലതരത്തിലുള്ള വ്യവസ്ഥകൾക്കും എതിരെയാണ് ആയിഷ അന്നും സംസാരിച്ചത്, ഇന്നും എന്നും സംസാരിച്ചത്. ഇതൊന്നും അറിയാണ്ട് ആയിഷ സുൽത്താന കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു മതസ്ഥനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് സംഖ്യയാക്കി അങ്ങോട്ട് ആഘോഷിച്ച ക്രിമികടി മൂത്ത ചേച്ചിക്കും മറ്റ് ചില സംഘി കുട്ടന്മാർക്കും ഇന്ന് വായിലോട്ട് അടിച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ ആയിഷ സുൽത്താനിൻ്റെ ഈ പോസ്റ്റുകളെല്ലാം. ഈ പാവപ്പെട്ട ക്രിമിക്കുട്ടന്മാർ ഈ പോസ്റ്റൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എങ്കിലെങ്കിലും ഒരു ചെറിയ ബോധം വന്നേനെ എന്ന് തോന്നിപ്പോയി ഈ ഒരു വാർത്ത കണ്ടപ്പോൾ. അപ്പം ആയിഷ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്താന്ന് തോന്നുന്നു കേട്ടോ, അതൊന്ന് കേട്ടോ നമുക്ക്.
അധികം ആരും അറിഞ്ഞിരുന്നില്ല വിവാഹത്തെ പറ്റി. ഒരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടത്തി, പിന്നീട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് അറിയുന്നത്. എന്താണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്, ആരെയും അറിയിക്കേണ്ടെന്നുള്ള? ആരെയും അറിയിക്കേണ്ടെന്ന് എത്തുന്നതിനൊരു കാരണം നമ്മൾ പേഴ്സണൽ ലൈഫിൽ എപ്പോഴും എന്താ പറയാ, നമ്മളിപ്പോൾ പറയാറില്ലേ പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു ഒതുക്കത്തിലൊക്കെ വേണമെന്നുള്ളത്. പക്ഷെ കല്യാണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ എല്ലാവരും അറിയിച്ചുകൊണ്ട് ഒരു കല്യാണം നടത്താൻ, കല്യാണമായിട്ടല്ല റിസപ്ഷനൊക്കെ എല്ലാവരും വിളിച്ചുകൊണ്ട് നടത്താമെന്ന് വിചാരിച്ചിങ്ങനെ വെച്ചതായിരുന്നു. ജൂൺ 20 കല്യാണം, ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത്. വിളിച്ചില്ല, അറിയിച്ചില്ല എന്ന പരാതി ഭയങ്കരമായിട്ട് ഞാൻ കേട്ടു. എൻ്റെ നാട്ടുകാരും അതേപോലെ ഒരുപാട് പേര് പരാതി പറഞ്ഞു. നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ. പ്രണയവിവാഹമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ലക്ഷദ്വീപിൽ വെച്ചായിരിക്കണം, അവിടെ ആയിരുന്നു പുള്ളി നേരത്തെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു കണ്ടുമുട്ടൽ എങ്ങനെ പിന്നെ ഒരു പ്രണയത്തിലേക്ക് എത്തിയത്? പ്രണയത്തിലേക്ക് എത്തിയത് ഭയങ്കര ഈസിയാണ്. അതായത് എൻ്റെ ഒരു നിലപാടും പുള്ളിയുടെ നിലപാടും ഏതാണ്ട് ഒരേപോലെയാണ്. അതേപോലെ പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ എന്നെ ശരിക്കും പറഞ്ഞാൽ ആകർഷിച്ചിട്ടുണ്ട്. ഒരു നമ്മൾ എന്താണോ നാടിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അയാളും ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പം പെട്ടെന്നൊരു കെമിസ്ട്രി വർക്കൗട്ടായി. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം രണ്ടുപേർക്കും അത്രയും കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ലക്ഷദ്വീപിലുള്ളവർ ഐഷ ഒരു ഡയറക്ടറിനെ പോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടും കൂടി കാണുന്നവരാണ്. അപ്പോൾ അത്തരത്തിലും കൂടെ ഉള്ള ഒരു ബന്ധം ഈ ഒരു പ്രണയത്തിൽ വന്നിട്ടുണ്ടാവില്ല? അതേ ഉള്ളൂ കൂടുതലും. കാരണം എൻ്റെ ശബ്ദത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുള്ളി. ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഡയറക്ടറിനല്ല, ഞാനെന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു സിനിമ ആൾ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫ്ലഷിൻ്റെ കാര്യം അറിയാലോ. അപ്പം അത് കണ്ടിട്ടില്ല. പക്ഷെ പുള്ളി ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശബ്ദമാണ്. ലക്ഷദ്വീപുകാർക്ക് വേണ്ടി ഞാൻ സംസാരിച്ച ആ ഒരു വോയിസ് ആണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത്. ഫ്ലഷിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇപ്പം എന്തെങ്കിലും പുതിയ വർക്കിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വർക്കിനെ പറ്റി ആലോചനയിലുണ്ടോ? ആലോചനയിലല്ല, ഞാൻ സ്ക്രിപ്റ്റ് കഴിഞ്ഞു. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു 124 എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു പോസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ടായി. അതിന്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ എമ്പുരാനും ഇപ്പൊ ജാനകിക്കൊക്കെ പണി കിട്ടിയിരിക്കുകയാണല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ചെയ്യൂ, ഇത് ചെയ്യൂ പ്രശ്നം. അപ്പൊ അത് ഇത്തിരി പൊളിറ്റിക്സ് ഒക്കെ ഉള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഞാനിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് തൽക്കാലം പുതിയൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാക്കി കഴിഞ്ഞു. സ്ക്രിപ്റ്റാണ്. ഈ ഒറ്റ കാര്യത്തിന് മനസ്സിലായി, പുള്ളിക്കാരി ഇപ്പം എഴുതി വെച്ച 124 എന്ന് പറഞ്ഞ ആ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കേന്ദ്ര സർക്കാരും BJP കിട്ടുള്ള കൊട്ടാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാന് കിട്ടിയത് ജാനകി കിട്ടിയ പണിയൊക്കെ നമ്മളെല്ലാവരും കണ്ടു. അതുകൊണ്ട് അങ്ങനെ സിനിമ ഇറക്കി കഴിഞ്ഞാൽ അതിന് 8ന്റെ പണി കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ NIA-യോ ED-യോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തക്കുടു കുക്കുടു സംഭവങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഫിലിമിനെതിരെ നമ്മുടെ നാട്ടിലെ സംഖ്യവാണങ്ങൾ എല്ലാവരും കൂടെ ചാടി വെക്കും എന്നുള്ളത് വ്യക്തമായിട്ട് ആയിഷ സുൽത്താനൊക്കെ അറിയുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി എന്താണോ അതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു. എന്നത്തേക്ക് പ്രതീക്ഷിക്കാം? ഉടനെ ഇതേപോലെ ഒരു ഞെട്ടൽ. അതെ, അതും പക്ഷെ ഒരു കേട്ടാൽ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. അതിലെ കഥാപാത്രങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കണ്ട് റിസർച്ച് ചെയ്ത് അങ്ങനെ എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഇപ്പം കുറച്ച് ലക്ഷദ്വീപിൽ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അത്തരം പ്രതിഷേധങ്ങൾ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇന്നും പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ പറയുന്നില്ല, പ്രശ്നങ്ങളുണ്ട്. അഗത്തി എന്ന് പറഞ്ഞ ഐലൻഡിൽ സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അവിടെ ഇന്നും സമരം നടന്നുകൊണ്ട് ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് മുമ്പ് എനിക്ക് കോള് വന്നിട്ടുണ്ടായി. അപ്പോൾ അവരും അവിടെ ബുദ്ധിമുട്ടാണ്. അതായത് 21-22 ദിവസമായി സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നില്ല. ഇതൊക്കെ പ്രശ്നമാണ്. പക്ഷെ MP ഇടപെടുന്നുണ്ട്, അതിൽ കാര്യമായിട്ട് തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർ ജനങ്ങളെ സഹായിക്കുന്നുണ്ട്, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അതൊക്കെ കാരണം ഇപ്പം എനിക്കൊക്കെ പണി കുറച്ച് കുറഞ്ഞു. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു. അതായത് ഡെമോഗ്രഫിക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ, പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഉള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഭാഷാപരമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഭാഷാപരമായിട്ടുള്ള കാര്യമാണല്ലോ ഇപ്പോൾ നടന്നതാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിനകത്ത് നടന്നൊരു കാര്യമാണ്. മഹൽ ഭാഷ എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ട്. അന്നേരം നമ്മളുടെ ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേർ പോയി കേസ് കൊടുത്ത് അങ്ങനെ അതിന് സ്റ്റേ കിട്ടി. പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കി. അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം അവിടെ ഇപ്പോൾ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെയല്ല. ഒരു ജനതയെ പ്രതികരിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇങ്ങനെ അടക്കി വാഴുകയായിരുന്നു. ഒരു രാജഭരണം പോലെയായിരുന്നു. ലക്ഷദ്വീപിലെ വിഷയങ്ങൾ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയാലേ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടൂന്നുള്ള ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട് അവിടെ. ഒരു സമരം കൊണ്ട് നേടാവുന്ന കാര്യങ്ങളും ഉണ്ട്, അല്ലാതെ കോടതി കൊണ്ട് നേടാവുന്ന കാര്യമുണ്ട്. കോടതി പോയാലും നമുക്ക് കിട്ടും അതിനുള്ള സൊല്യൂഷൻ. അതേ സെയിം വിഷയം തന്നെ നമുക്ക് സമരം കൊണ്ടും നേടിയെടുക്കാം. അപ്പോൾ ജനങ്ങൾ സമരം ചെയ്താൽ മാത്രമേ കോടതി ഇതൊക്കെ ശ്രദ്ധിക്കുള്ളൂ. മിക്ക സ്ഥലങ്ങളിലും ഇപ്പം അങ്ങനെയാണ്. ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ തീവ്രത, ഒന്നാമത് ലക്ഷദ്വീപിലൊരു മീഡിയ ഇല്ല. അപ്പം മീഡിയ അവിടെ നടക്കുന്ന ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. അപ്പം അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എത്തണമെങ്കിൽ ഇന്നും ഇവാക്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇന്നും മാറ്റമൊന്നുമില്ലല്ലോ. ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം എന്താ? ഹോസ്പിറ്റലാണ്. നമ്മളൊക്കെ ബേസിക് നീഡല്ലേ അത്. ഒരു ഹോസ്പിറ്റൽ, ലക്ഷദ്വീപിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഒരു നല്ല ഹോസ്പിറ്റൽ വേണമെന്നുള്ളത്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ കണ്ണു തുറക്കേണ്ടത്.
ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞു, അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഹസ്ബൻഡും ആദ്യം അവിടെ എത്തുന്നത്. അപ്പോൾ എന്താണ് ലക്ഷദ്വീപിനെ പറ്റി ഹസ്ബൻഡിനുള്ള ഒരു അഭിപ്രായം? അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, അവരെ കൊണ്ടൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന റൂൾസ് അല്ല അവിടെ നടക്കുന്നത്. മേലിൽ നിന്ന് വരുന്ന ഓർഡറാണ് അവരെ സംബന്ധിച്ച് നടപ്പാക്കാൻ പറയുമ്പോൾ അവർക്ക് നടപ്പാക്കേണ്ടി വരുന്നത്. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഉദ്യോഗസ്ഥ ഭരണം നടക്കുന്നിടത്തോളം കാലം ഏതൊരു ഉദ്യോഗസ്ഥൻ വന്നാലും നമ്മൾ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടവരാണെങ്കിൽ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്നും ആ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആയിഷ സുൽത്താന സംഖ്യ ആയിട്ടുണ്ടോ, സംഖ്യ ആയിട്ടില്ലേ, അല്ലെങ്കിൽ മോദിജിയുടെ കാല് വണങ്ങുന്നുണ്ടോ, അമിത്ഷാജിയുടെ കാല് വണങ്ങുന്നുണ്ടോ എന്നൊക്കെ ഈ പറഞ്ഞ ന്യൂസ് വായിച്ച അല്ലെങ്കിൽ ഈ ന്യൂസ് പടച്ചു വിട്ട സകലമായ സംഖ്യമാണ് കൂട്ടങ്ങൾക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇവരുടെ വായെന്ന് തന്നെ ഇത് കേട്ടപ്പോൾ, അല്ലേ? അല്ല, അങ്ങനെയല്ല എൻ്റെ കണക്ക്. അങ്ങനെ ആവണം, അങ്ങനെ ആയല്ലേ പറ്റൂ.